കഴുതയായിട്ടോ പുലിയായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത ഇയാളെ നമ്മൾ കഴുതപ്പുലി എന്നാണ് വിളിക്കാറ്. ഈ കഴുതപ്പുലി നമ്മുടെ രാജ്യത്ത് ഉണ്ടാവില്ല എന്നാണ് ഞാൻ മുമ്പൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ കേരളത്തിൽ ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെ മസനഗുഡിയിലും മേട്ടുപ്പാളയത്തെല്ലാം ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സത്യമംഗലം, നീലഗിരി പോലെയുള്ള കാടുകളോട് ചേർന്നുള്ള ഗ്രാമങ്ങളിൽ ഇവയെ കാണാറുള്ളതായി അവിടുത്തെ നാട്ടുകാർ പറയാറുണ്ട്. ആ പുറകെ കാണുന്നത് ഇവരുടെ ഗുഹയാണ് കേട്ടോ. മഹാരാഷ്ട്രയിലുള്ള ബിഗ്വാനിലെ പുൽമേടുകളിലൂടെ ഒരു യാത്ര ചെയ്തപ്പോഴാണ് ഇവയുടെ ദൃശ്യങ്ങളെല്ലാം പകർത്താൻ സാധിച്ചത്. അവർ അവിടെ വലിച്ചെറിയാറുള്ള ചത്ത കന്നുകാലികളും കോഴി വേസ്റ്റും എല്ലാമാണ് ഇവർ പ്രധാനമായി ആഹാരമാക്കാറുള്ളത്. വളരെ ദൂരെ മൃഗങ്ങൾ ചത്തിട്ടുണ്ടെങ്കിലും അവ മണത്ത് കണ്ടുപിടിക്കാൻ ഇവർക്ക് സാധിക്കും. ഇനി ചത്ത മൃഗങ്ങളെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടാൽ പോലും മണം വെച്ച് അത് മാന്തി ഇവ പുറത്തെടുത്ത് കഴിക്കാറുണ്ട്. തന്റെ അസാമാന്യ ബൈറ്റ് ഫോഴ്സ് വെച്ച് എല്ലുകളെല്ലാം കടിച്ച് എളുപ്പത്തിൽ പൊടിയാക്കുന്ന ബോൺ ക്രാക്കിംഗ് ഹൈനസ് ആണ് കേട്ടോ ഇവര്. കടുവയും പുലിയെല്ലാം കഷ്ടപ്പെട്ട് പിടിച്ച ഇരയെ ഇവർ കട്ടെടുത്തിട്ട് പോവാറുമുണ്ട്. എന്ന് വെച്ച് ഇവർ മറ്റു മൃഗങ്ങളെ പൊതുവെ വേട്ടയാടി പിടിക്കാറില്ല. ഇവർ ചിലപ്പോൾ മാത്രമേ മാനുകളെയോ പട്ടികളെയോ വേട്ടയാടി പിടിക്കാറുള്ളൂ. ആ പുൽമേടുകളിൽ ഇവിടെ കാണാൻ കഴിയാത്ത ഒരുതരം മാനുണ്ട്. അവ കൂട്ടമായി പെരുകാതിരിക്കാനായി അതിനെ വേട്ടയാടി പിടിക്കുന്ന ഒരു ഇരപിടിയനുമുണ്ട്. അവയുടെ കഥയുമായി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ.